ഹായ് ഓൾ, ഇതിന് മുമ്പത്തെ നമ്മളെ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിരുന്നോ? ആ വീഡിയോ കണ്ടതിന് ശേഷം വേണം ഈ വീഡിയോ കാണാനായിട്ട്. വേറൊന്നുമല്ല, ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിലാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ഡീനെ കുറിച്ചൊരു ഓവർവ്യൂ പറയുന്നത്. എന്താണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്, എങ്ങനെ വേണം നമ്മൾ പഠിക്കാനായിട്ട്, എക്സാംസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതുപോലെ തന്നെ ആരുടെ പെർസ്പെക്റ്റീവിൽ വേണം ഈ ഒരു സെക്ഷനെ കുറിച്ച് നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ്സിൻ്റെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, നമുക്കിത് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ? എടാ, ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഫുള്ളായിട്ട് എന്താണ് പറയാൻ പോണത്, റിസ്കിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോണത്. റിസ്ക് എന്താണ്, റിസ്ക് എങ്ങനെ മാനേജ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നോണം ഞാൻ ചോദിക്കട്ടെ, റിസ്ക് എന്താണ്? അത് നമുക്ക് നോക്കിയാലോ, അവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എടാ, ഞാൻ പറഞ്ഞു റിസ്കിനെ കുറിച്ചാണ് ഈ ഒരു സെക്ഷൻ ഫുള്ള് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ആലോചിക്കേണ്ട. ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് എന്താണ്, റിസ്ക് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ. റിസ്ക് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പർലി ബാക്കി കാര്യങ്ങൾ നോക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, റിസ്ക് എന്താ? നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങൾ പല പ്രാവശ്യം പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് റിസ്ക് എന്നുള്ളത്. അതിനൊരു കൺക്ലൂഷൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ എന്തായാലും ഒരു കൺക്ലൂഷൻ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം റിസ്ക് എന്താണെന്നുള്ളത്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഫസ്റ്റ്. ഇപ്പം ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വരെ പോകാനായിട്ടൊരു പ്ലാൻ ചെയ്യുവാണ്. അപ്പം എൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ. ഒബ്ജക്റ്റീവ് എന്താ? കോഴിക്കോടേക്ക് എത്തുക. കോഴിക്കോടേക്ക് എത്തേണ്ടത് ഒരു മണിക്ക് എനിക്ക് എത്തണം. ഞാൻ അതനുസരിച്ചിട്ട് വെളുപ്പിനെ ഇവിടുന്ന് എറണാകുളം ഇറങ്ങുവാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്ലാൻ. അതായത് എനിക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്, അത് അച്ചീവ് ചെയ്യണം. അപ്പം ഇതിനകത്ത് റിസ്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും എന്നെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് തടസ്സം വന്നു, എനിക്ക് ഒബ്ജക്റ്റീവ് പ്രോപ്പർലി അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അച്ചീവ് ചെയ്ത് കാണാം, പക്ഷേ അച്ചീവ് ചെയ്തത് പ്രോപ്പറായിട്ടായിരിക്കില്ല, ഞാൻ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല എൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്ത്. അതായത് 1 മണിക്ക് എത്തണം എന്നുള്ളതായിരുന്നല്ലോ എൻ്റെ ഒബ്ജക്റ്റീവ്. ഞാൻ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയത് കൊണ്ട് ഞാൻ 3 മണിക്കാണ് എത്തിയത്. അപ്പോൾ എൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തു, പക്ഷേ പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് റിസ്ക്. അവിടെ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞ് വന്നില്ലേ, അതാണ് റിസ്ക്. മനസ്സിലായില്ലേ? ഒരു ഇവൻ്റോ ഒരു ആക്ഷനോ സംഭവിച്ചപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരിക. മനസ്സിലായില്ലേ? അതിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ആ ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞേക്കുന്നത്. എ റിസ്ക് ഈസ് എനി ഇവൻ്റ് ഓർ ആക്ഷൻ ദാറ്റ് കീപ്പ് ആൻ ഓർഗനൈസേഷൻ ഫ്രം അച്ചീവിങ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. എടാ, നമ്മൾ ബിസിനസ്സിലേക്ക് വന്നിട്ട് നോക്കിക്കുക റിസ്ക് എന്താണെന്ന്. ബിസിനസ്സിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിക്കായിരിക്കും ചെയ്യുന്നത്. അപ്പം ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് ബിസിനസ് കറക്റ്റ്ലി കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാൻ അനുസരിച്ച് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും തടസ്സപ്പെടുത്തുവാണെങ്കിൽ ബിസിനസ്സിന് പ്രശ്നമല്ലേ? അപ്പോൾ ആ തടസ്സപ്പെടുന്ന കാര്യങ്ങളാണ് റിസ്ക് എന്ന് പറയുന്നത്. ആ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അതെങ്ങനെ ഒഴിവാക്കാമെന്നാണ് നമ്മൾ ഈ സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ റിസ്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മളെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന അല്ലെ കീപ്പ് ചെയ്യുന്ന ഒരു ഇവൻ്റ് ഓർ ആക്ഷനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. സിമ്പിളി അത്രേ ഉള്ളൂ. ആ ഒരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് റിസ്കിനെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരാഴ്ച മുമ്പ് ഞാൻ കോഴിക്കോട് പോയിരുന്നു. ഇതേപോലെ തന്നെ 1 മണിക്ക് എത്താൻ വേണ്ടി പോയതാണ്. 7 മണിക്ക് വെളുപ്പിനെ ഇവിടുന്ന് 7 മണിക്ക് ഇറങ്ങി 1 മണിക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ആ ടൈമിൽ ഞാൻ ബ്ലോക്കിൽ പെട്ട് 3 മണിക്കാണ് എത്തിയത്. അതായത് എനിക്കൊരു പാസ്റ്റ് ഡേറ്റ എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് നിനക്ക് ഈ പ്രാവശ്യം പോകുമ്പോൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തുകൂടെ, ഞാൻ ഈ പ്രാവശ്യവും ഇതേ കണക്ക് എനിക്ക് ബ്ലോക്കിൽ പെടാനൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. അതാണ് റിസ്കിനകത്ത് ഫസ്റ്റ് വരുന്നൊരു കാര്യം. റിസ്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാം? പാസ്റ്റ് ഡേറ്റ കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റിസ്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്താൽ മീൻസ് ഇപ്പം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു. ഇനി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാൽ നമുക്ക് എപ്പോൾ എത്തുമെന്നൊരു ഐഡിയ ഇല്ലേ, എസ്റ്റിമേഷൻ ഇല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 3 മണിക്ക് എത്തിയത്, അതുപോലെ തന്നെ ഈ പ്രാവശ്യവും 3 മണിയൊക്കെ ആവും എന്നൊരു എസ്റ്റിമേഷനും ഇല്ലേ? അപ്പോൾ റിസ്ക് എന്താണ്? പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയും പറ്റും, അതുപോലെ അതിൻ്റെ ഔട്ട്കം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയും പറ്റും. എപ്പോഴേ പറ്റത്തുള്ളൂ? പാസ്റ്റ് ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ റിസ്ക് എന്നും വിളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ റിസ്ക് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അതാണ് സെക്കൻഡ് സെൻറ്റൻസിൽ പറഞ്ഞേക്കുന്നത്. ഇറ്റ്സ് വെൻ വി നോ ദാറ്റ് സംതിങ് കുഡ് റോങ് ആൻഡ് വി ക്യാൻ എസ്റ്റിമേറ്റ് ഔ ലൈക്ലി ഇറ്റ് ഈസ്. എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, എന്തോ ഒരു സംഭവം റോങ് ആയിട്ട് സംഭവിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിയാനും പറ്റും. അതാണ് പറഞ്ഞത്, പ്രഡിക്ഷനും പറ്റും, എസ്റ്റിമേഷനും പറ്റും റിസ്കിൻ്റെ കേസിൽ. ഇനി അതുപോലെ തന്നെ ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് യു നോ പ്രൈസസ് കാൻ ഫാൾ, ദാറ്റ്സ് എ റിസ്ക്. അതായത് ഒന്നുമില്ല, ഞാനിപ്പോൾ ഒരു
സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഞാനിപ്പോൾ എന്താ പ്രൈസ് കൂടണം എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അവിടെ എന്തൊരു പോസിബിലിറ്റി ഉണ്ട്, പ്രൈസ് കുറയാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലേ, അതിനെ റിസ്ക് എന്ന് വേണ്ടി പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നീ ആലോചിച്ച് നോക്കി, ഞാനിപ്പോൾ ഒരു $100 ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് $110 റിട്ടേൺ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കരുതിക്കോ. പക്ഷേ എനിക്ക് $90 കിട്ടിയുള്ളൂ. അപ്പോൾ അതെന്താണ്, റിസ്ക് ആണ്. എന്തുകൊണ്ട്, എന്തോ ഒരു കാരണം കൊണ്ട്, അതായത് ഗവൺമെൻറ് ഒരു റൂൾ വെച്ചത് കൊണ്ട് ആ ഒരു സ്റ്റോക്ക് ഇടിഞ്ഞു പോയി, വില കുറഞ്ഞു പോയി, അങ്ങനെ എനിക്ക് കുറഞ്ഞു പോകാം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 110 കിട്ടണം എന്നുള്ള രീതിക്കല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, പക്ഷേ നമുക്ക് 120 കിട്ടിയെന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മുടെ ഒബ്ജക്റ്റീവ് 120 കിട്ടി. അതിനെ നമുക്ക് റിസ്ക് എന്ന് വേണ്ടി പറയാൻ വേണ്ടി പറ്റുമോ, റിസ്ക് ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ ഒബ്ജക്റ്റീവ് എന്താണോ, 110 ആയിരുന്നു ഒബ്ജക്റ്റീവ്, ആ ഒബ്ജക്റ്റീവോ അതിൻ്റെ താഴെയോ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യരുത്. ചെയ്തില്ല എങ്കിൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ, റിസ്ക് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ മേളിലോട്ട് പോയാൽ അതൊരിക്കലും റിസ്ക് ആവില്ല. അപ്പം റിസ്കിൻ്റെ റിസൾട്ട് എന്താണ്, താഴോട്ടാണ്. നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും റിസ്കിൽ നിന്നുള്ള റിസൾട്ട് ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പോൾ റിസ്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അറൗണ്ട് എസ്റ്റിമേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും, റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. ഈ 3 കാര്യം പ്രോപ്പർലി വന്നാൽ മാത്രമേ നമുക്ക് അതിനെ റിസ്ക് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് ആ എക്സാമ്പിൾ താഴെ എഴുതിയിരിക്കുന്ന യു നോ ദ ചാൻസസ്. നമുക്കറിയാം അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇറ്റ് മേ കോസ് എ നെഗറ്റീവ് റിസൾട്ട്. അതിൽ നിന്നും ഉണ്ടാകുന്നത് നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും. എസ്റ്റിമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് അതിനെ റിസ്ക് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ റിസ്ക് എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു, ഒരു ഐഡിയ കിട്ടിയില്ല റിസ്ക് എന്താണെന്നുള്ളത്. ഇനി നമുക്ക് വേറൊരു ടേം നോക്കാം, അൺസെർട്ടനിറ്റി എന്ന് പറയും. പലരോടും റിസ്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് ആൻസർ തരുന്നതാണ് റിസ്ക് ഈസ് ആൻ അൺസെർട്ടനിറ്റി ഇവൻ്റ് എന്നൊക്കെ പറഞ്ഞ് പറയും. പക്ഷേ അത് ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ റിസ്ക്കും അൺസെർട്ടനിറ്റിയും സെയിം ആണോ? ഒരിക്കലും അല്ല. റിസ്ക് വേറെയാണ്, അൺസെർട്ടനിറ്റി വേറെയാണ്. രണ്ടും തമ്മിൽ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. നമ്മൾ 3 ക്രൈറ്റീരിയാസ് മീൻസ് 3 കാര്യങ്ങൾ പറഞ്ഞില്ല, റിസ്ക് ആണെന്ന് പറയണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ മീറ്റ് ചെയ്യണമെന്ന്. അതുപോലെ തന്നെയാണ് അൺസെർട്ടനിറ്റിയുടെ കേസിലും ഇതേ 3 കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അത് അൺസെർട്ടനിറ്റി ആവും, റിസ്ക് ആവും. അത് നമുക്ക് നോക്കാം എന്താണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ റിസ്കിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്താണ് സംഭവിക്കുന്നത്, ഒരു പോസിബിലിറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ത് വെച്ചിട്ട്? പാസ്റ്റ് ഡേറ്റാസ് വെച്ചിട്ട്. പക്ഷേ അൺസെർട്ടനിറ്റിയുടെ കേസിൽ പ്രഡിക്ഷൻ ഉണ്ടാവില്ല, പ്രഡിക്ഷൻ നമുക്ക് നടത്താൻ പറ്റില്ല. കാരണം എന്താ? നമ്മളെ കയ്യിൽ പാസ്റ്റ് ഡേറ്റ ഇല്ല. എടാ ഒന്നുമില്ല, ഇപ്പോൾ പറഞ്ഞത് കേട്ട് നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. 2019, 2020 കൊറോണ വൈറസ് വന്നിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും 2018 നിങ്ങൾക്ക് മനസ്സിലായോ കൊറോണ വൈറസ് അടുത്ത വർഷം വരും, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നു? ഇല്ല. കാരണം എന്താ? അവിടെ പാസ്റ്റ് ഡേറ്റ ഇല്ലായിരുന്നു. പാസ്റ്റ് ഡേറ്റ എന്താ? അതിന് മുമ്പ് കൊറോണ വൈറസ് വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മളതിൽ എന്തില്ല, പാസ്റ്റ് ഡേറ്റ ഇല്ല. പാസ്റ്റ് ഡേറ്റ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മനസ്സിലായോ? പക്ഷേ റിസ്കിൻ്റെ കേസിൽ എന്തായിരുന്നു? പാസ്റ്റ് ഡേറ്റ ഉണ്ടാവണം. പാസ്റ്റ് ഡേറ്റ വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും, എസ്റ്റിമേറ്റ് ചെയ്യാനും വേണ്ടി പറ്റും. ഇവിടെ ഫസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്താലല്ലേ നമുക്ക് എസ്റ്റിമേഷൻ എങ്കിലും നടത്താൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഇവിടെ പ്രഡിക്ഷൻ പോലും ഇല്ല. അപ്പോൾ ഇവിടെ അൺസെർട്ടനിറ്റിയുടെ കേസിൽ നമുക്ക് എസ്റ്റിമേഷൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇതും പറ്റില്ല. നേരത്തെ എന്തുണ്ടായിരുന്നു? എസ്റ്റിമേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എസ്റ്റിമേഷനും പറ്റില്ല. കാരണം എന്താ? എല്ലാത്തിനും റീസൺ ഇതാ, പാസ്റ്റ് ഡേറ്റ ഇല്ല. പാസ്റ്റ് ഡേറ്റ ഉണ്ടെങ്കിൽ ഇതെല്ലാം പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ റിസ്ക് പ്രെഡിക്റ്റ് ചെയ്യാം, എസ്റ്റിമേറ്റ് ചെയ്യാം. അൺസെർട്ടനിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി റിസ്കിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. റിസ്ക് എന്താണ്? നെഗറ്റീവ് റിസൾട്ട് മാത്രമേ തരത്തുള്ളൂ. അൺസെർട്ടനിറ്റി നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അൺസെർട്ടനിറ്റിയിൽ നിന്നും നെഗറ്റീവ് റിസൾട്ട് ആണോ പോസിറ്റീവ് റിസൾട്ട് ആണോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അവിടെ 2 റിസൾട്ട് നമുക്ക് കിട്ടും. നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. ഇപ്പോൾ കൊറോണ വന്നപ്പോൾ നെഗറ്റീവ് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എപ്പോഴും നെഗറ്റീവ് ആവണമെന്നില്ല. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചപ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആവണമെന്നില്ല. രണ്ടും സംഭവിക്കാൻ വളരെ ചാൻസ് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് റിസൾട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. അവിടെ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇത് തന്നെയാണ് ആ സെൻറ്റൻസിൽ എഴുതി വെച്ചേക്കുന്നത്. വി ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ. നമുക്കറിയില്ല എന്താ സംഭവിക്കാൻ പോണതെന്ന്. ദ ഔട്ട്കം ഈസ് നോട്ട് പ്രെഡിക്റ്റബിൾ. നമുക്ക് എന്താണ് ഔട്ട്കം ഉണ്ടാവുന്നത് എസ്റ്റിമേഷൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ദ ഇവൻറ്റ് കുഡ് ബ്രിങ് ഗുഡ് ഓർ ബാഡ് റിസൾട്ട്. നമ്മൾ റിസൾട്ട് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ഗുഡ് ആവാം, ബാഡ് ആവാം. അതാണ് പറഞ്ഞേക്കുന്നത്. വി കാണ്ട് മെഷർ ഓർ എസ്റ്റിമേറ്റ് ദ ലൈക്ലിഹുഡ്. അത് സംഭവിക്കാനുള്ള സാധ്യത, സംഭവിച്ചാൽ എന്തോരം എസ്റ്റിമേഷൻ സംഭവിക്കും, നഷ്ടം സംഭവിക്കുമെന്ന് നമുക്ക്, അല്ലെങ്കിൽ ലാഭം സംഭവിക്കുമെന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനും പറ്റില്ല. നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് അൺസർട്ടനിറ്റിയുടെ എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇൻവെസ്റ്റിംഗ് ഇൻ എ ന്യൂ AI ടെക്നോളജി ഈസ് അൺസർട്ടൻ. ഞാനൊരു പുതിയ AI ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം. അത് അൺസർട്ടൻ ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ? ബിക്കോസ് ഇറ്റ് മേ ലീഡ് ടു ഹൈ പ്രോഫിറ്റ് ഇഫ് സക്സസ്ഫുൾ. അത് സക്സസ് ആയാൽ ഹൈ പ്രോഫിറ്റ് കിട്ടും. സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. AIയുടെ പുതിയ ന്യൂ ടെക്നോളജി, ഇതുവരെ ആരും ചെയ്യാത്ത ടെക്നോളജിയാണ്. അപ്പോൾ പാസ്റ്റ് ഡേറ്റ നമ്മുടെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് നമുക്ക് പ്രെഡിക്ഷൻ പറ്റില്ല. അപ്പോൾ സക്സസ് ആവാം, ഫെയിലിയർ ആവാം. സക്സസ് ആയ ഹൈ പ്രോഫിറ്റാണ്,
അതുപോലെ തന്നെ ബട്ട് ഓൾസോ ഹെവി ലോസസ് ഇഫ് കസ്റ്റമർ ഡസ് നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഫെയിലായി പോയാൽ ഭയങ്കരമായിട്ട് ലോസും ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു ടെക്നോളജി പ്രോഫിറ്റിലേക്ക് പോവോ ലോസിലേക്ക് പോവോ, സക്സസ് ആവുമോ അതോ ഫെയിലിയർ ആവുമോ നമുക്കൊരു ഐഡിയ ഇല്ല, അൺസർട്ടൻ ആണ്. മനസ്സിലായ? പാസ്റ്റ് ഡേറ്റ ഇല്ല. അപ്പോൾ അത് വെച്ചിട്ട് വേണം നിങ്ങൾ റിസ്ക് ആണോ അൺസർട്ടനിറ്റി ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. സിമ്പിളാണ്, ഒന്നുമില്ല. പാസ്റ്റ് ഡേറ്റ ഉണ്ട്, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, എസ്റ്റിമേഷൻ പറ്റും, നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും റിസ്കിൻ്റെ കേസിൽ. അൺസർട്ടനിറ്റിയുടെ കേസിൽ പാസ്റ്റ് ഡേറ്റ ഇല്ല. ഇതില്ലെങ്കിൽ ഇത് മൂന്നും പറ്റില്ല എന്ന് ആലോചിച്ചാൽ മതി. പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതുപോലെ എസ്റ്റിമേഷൻ പറ്റില്ല, റിസൾട്ട് എന്തായിരിക്കും, നെഗറ്റീവ് വരുമോ പോസിറ്റീവ് വരുമോ നമുക്കറിയില്ല. അപ്പോൾ രണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ള റിസ്ക് അൺസർട്ടനിറ്റി. എന്തായാലും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ടോപ്പിക്കാണ്. നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റർപ്രൈസ് റിസ്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ.